അല്ല നിങ്ങളെ പോലെ ഈ അപ്പക്കഷ്ണം വാലാട്ടി പട്ടികളെ പോലെ നടക്കാനല്ല. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. ആർഷോയെ പോലുള്ള ഒരു സംഘം ചെറുപ്പക്കാര് ചുണക്കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പണ്ട് സിപിഎമ്മിന്റെ തണലിൽ ശീതീകരിച്ച മുറിയിൽ ഇങ്ങനെ വിലസിയിരുന്നത്. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇതുപോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും സിപിഎമ്മിന്റെ കേഡർമാരുമാണെന്നേ. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? പറഞ്ഞോട്ടെ, ഇനി ഒന്ന് പറഞ്ഞോട്ടെ. ആ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും നട്ടാക്കുൽക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അത് പറഞ്ഞിട്ടേ ഞാൻ ഷാജാൻ ഇവിടുന്ന് ഇറങ്ങി കസര ഇറങ്ങി പോവുള്ളൂ. അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ. പാർട്ടിയുടെ എല്ലാ സർവ്വ സൗജന്യങ്ങളും പറ്റി ഞാൻ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് SFIയുടെ ചില ചുണക്കുട്ടികൾ കൊണ്ടാണ്. ഒരു പുല്ലുമല്ല കള്ളപ്പന്നി. ഞാൻ CPM-നകത്തേക്ക് വന്നത് ഇതുപോലെ ഈ തോട്ടിനകത്തൂടെ തടിക്കഷ്ണം ഉരുണ്ടു വന്ന പോലെ അല്ല മിസ്റ്റർ ഹക്സർ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. കുറെ അലവനാദികളുടെ പിട്ടം താങ്ങിയിട്ടല്ല ഞാനൊന്ന് ഈ കസേര കയറി ഇരുന്നത്, മനസ്സിലായോ? ഞാൻ VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഫിനാൻസ് എക്സ്പേർട്ട് ആയിരുന്ന IS ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുള്ളത് അറിയാവോ നിങ്ങൾക്ക്? കണ്ടാ പറയില്ല, ഒരു മാച്ചും ഇല്ല. മുഖത്തൊരു ചെറിയൊരു ചമ്മല് കാണുന്നുണ്ട്, സ്വാഭാവികമാണ്. അന്ന് ഞാൻ CPM ആയിരുന്നു. അതിൽ ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. അത് ഇന്നത്തെ CPM ആയിരുന്നില്ല. ഇന്നത്തെ ആർഷവന്മാരെ പോലുള്ള ഞാനൊന്നും പറയുന്നില്ല. അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോ പുല്ലേന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി 2006. അത് അല്ലാതെ നിങ്ങളെ പോലെ പൃഷ്ഠം താങ്ങിയില്ല. തെറ്റായ വഴിയിൽ പോയാൽ ആ പാർട്ടിയെ വിമർശിക്കണം. ഇതാ VS അച്യുതാനന്ദൻ പഠിപ്പിച്ച ഞങ്ങളെ. 100% ഞാൻ യോജിക്കുന്നു. അല്ല നിങ്ങളെ പോലെ ഈ അപ്പക്കഷ്ണം വാലാട്ടി പട്ടികളെ പോലെ നടക്കാനല്ല. ഇവിടെ ഭയങ്കര പൊന്നിത്ര ശല്യം. ഞാൻ പോട്ടെ. അല്ല, അങ്ങ് പറയുന്നത് ഒരു ലെനിനിസ്റ്റ് തത്വമല്ല. ഇവിടെ